മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് നാഗ്പൂരിലെ വിവിധയിടങ്ങളിൽ കലാപം അഴിച്ചുവിട്ട് സംഘപരിവാരം. കലാപത്തിൽ പോലീസുകാരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ശിവജി മഹാരാജന്റെ പ്രതിമയ്ക്ക് സമീപം വിശ്വ ഹിന്ദു പരിഷത്ത് അംഗങ്ങൾ പ്രകടനം നടത്തിയതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. പ്രതിഷേധക്കാർ ഔറംഗസേബിന്റെ കോലം കത്തിച്ചു. അക്രമം അഴിച്ചുവിട്ടതോടെ മറുവിഭാഗവും പ്രദേശത്ത് സംഘടിക്കുകയായിരുന്നു. ഖുറാൻ കത്തിച്ചതായുള്ള പ്രചാരണവും സംഘർഷം വർദ്ധിക്കാനിടയാക്കി. RSSന്റെ ആസ്ഥാനത്തിന് സമീപമാണ് അക്രമം നടന്നത്. അക്രമികൾ നിരവധി വാഹനങ്ങൾക്ക് തീയിടുകയും മറ്റ് വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തതോടെ സംഘർഷം വർദ്ധിച്ചതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ചിറ്റ്നിസ് പാർക്ക്, മഹൽ, മധ്യ നാഗ്പൂരിലെ മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. തീവെപ്പിലും കല്ലേറിലുമായി ഒരു IPS ഉദ്യോഗസ്ഥനുൾപ്പെടെ കുറഞ്ഞത് 25 പോലീസുകാർക്കും അഗ്നിശമന സേനാംഗങ്ങൾക്കും പരിക്കേറ്റു. കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആക്രമണത്തിൽ ഇതുവരെ 30 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലെ മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്ന ഭീഷണിയുമായി വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും രംഗത്തെത്തിയിരുന്നു. ശവകുടീരം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ മറ്റൊരു ബാബറി മസ്ജിദ് ആവർത്തിക്കുമെന്നായിരുന്നു ഭീഷണി. ഖുൽദാബാദിലെ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ 11:30 സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുമെന്ന് സംഘടനകൾ അറിയിച്ചിരുന്നു. തുടർന്ന് ശവകുടീരത്തിന് ചുറ്റും പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ ഉടൻ തന്നെ ശവകുടീരം നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും ആവശ്യമെങ്കിൽ റോഡുകൾ ഉപരോധിക്കുമെന്നും കർസേവയിലൂടെ ശവകുടീരം പൊളിച്ചു മാറ്റുമെന്നും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച BJP മന്ത്രി നിനേഷ് റാണെ, മുൻ MP നവനീത് റാണ എന്നിവർ രംഗത്തെത്തിയിരുന്നു. ഈ ആവശ്യത്തെ പിന്തുണച്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിയമപരമായ വഴികളിലൂടെ പൊളിക്കൽ നടപടികൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നു. സ്മാരകം നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്.